ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഡ്രൈവിങ്ങിൽ തുടക്കക്കാർക്കും അതുപോലെ തന്നെ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ച് തെളിയാത്ത ഒരുപാട് പേർക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ വലിയ ഒരു മിസ്റ്റേക്കിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ വാഹനത്തിൻ്റെ സേഫ്റ്റി, അതിലുപരിയായിട്ട് നമ്മുടെ ജീവൻ, വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ജീവൻ, ഇതിനെല്ലാം സംരക്ഷിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ഏറ്റവും കരുതലോടെ ഉപയോഗിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് വണ്ടിയുടെ ബ്രേക്കും ക്ലച്ചും. അത് പ്രോപ്പർ യൂസ് അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ വലിയ അപകടങ്ങൾ തീർച്ചയായിട്ടും ഡ്രൈവിങ്ങിൽ ഉണ്ടാകും. അത്തരത്തിൽ വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒട്ടുമിക്ക ബിഗിനേഴ്സും ഡ്രൈവിങ്ങിൽ ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന കുറേയധികം മിസ്റ്റേക്കുകളുണ്ട്. ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ ചെറുതല്ല, വലിയ മാറ്റങ്ങൾ ഡ്രൈവിങ്ങിൽ വരുത്താനായിട്ട് കഴിയും. നിങ്ങളുടെ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് നന്നായിട്ട് വർദ്ധിക്കും. എന്തായാലും വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കാണുക. വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു വാഹനത്തിൽ ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് ഷെയർ ചെയ്യുന്നത്. അതായത് ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു കൊടുക്കുന്ന സമയങ്ങളിൽ ഈ ഒരു മിസ്റ്റേക്ക് പല ആൾക്കാരും നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇറക്കത്ത് വാഹനവുമായിട്ട് ഡ്രൈവ് ചെയ്ത് വരും. അത് കുത്തനെയുള്ള ഇറക്കങ്ങളൊന്നും അല്ല, നോർമലായിട്ടുള്ള ഇറക്കങ്ങൾ, നമുക്ക് അത്യാവശ്യം ചെറിയ ഇറക്കമായിട്ടൊക്കെ തോന്നും. എന്നാൽ ആ ഇറക്കം ഇങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷം ചിലപ്പോൾ മുന്നിലൊരു ഗട്ടറോ അല്ലെങ്കിൽ മുന്നിലൊരു ഹമ്പോ അല്ലെങ്കിൽ മുന്നിൽ നമ്മളുടെ വാഹനം സ്ലോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ചിലപ്പോൾ മുന്നിൽ ഒരു ട്രാഫിക് പോലെയുള്ള ഒരു സാഹചര്യം, മുന്നിൽ പോകുന്ന വാഹനങ്ങൾ പതുക്കെ പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരും. ഇതൊക്കെ ഒരു ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഒരു വാഹനം ചിലപ്പോൾ ഒരു തേർഡ് ഗിയറിലായിരിക്കും ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് മുന്നിൽ ഈ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ബിഗിനേഴ്സ് ഗിയർ ഡൗൺ ചെയ്യും. സ്വാഭാവികമായിട്ടും തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കും. കാരണം മുന്നിൽ ഒരു ഗട്ടറോ ട്രാഫിക്കോ ഒക്കെ ഉള്ളത് കൊണ്ട് വാഹനത്തെ സ്ലോ ചെയ്ത് ഓടിക്കണം. അപ്പോൾ സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ്, ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി പിടിക്കും, ഗിയർ അങ്ങോട്ട് ഡൗൺ ചെയ്ത് കൊടുക്കും. അവിടെ ബ്രേക്കിനെ ഉപയോഗിക്കില്ല. അത് വലിയ അപകടമാണ് വരുത്തുന്നത്. കാരണം ഇറക്കങ്ങളിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ബ്രേക്കിൽ ആദ്യം നമ്മളുടെ വലത്തേക്കാല് വന്ന് വാഹനത്തിൻ്റെ വേഗതയെ നമ്മൾ കുറച്ചുകൊണ്ട് ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി പിടിച്ച് തേർഡിലാണ് വരുന്നതെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. പതുക്കെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ബ്രേക്കിൽ നിന്ന് നമുക്ക് അയച്ചു വരാനായിട്ടുള്ള സാഹചര്യം മുന്നിലുണ്ടെങ്കിൽ പതിയെ ബ്രേക്കും അയച്ച് പതുക്കെ ആ ഗട്ടറിൻ്റെ അടുത്തോട്ട് നമ്മൾ എത്തുക, അല്ലെങ്കിൽ മുന്നിലുള്ള ആ ട്രാഫിക്കിൻ്റെ അടുത്തോട്ട് എത്തുക. എന്നിട്ട് വണ്ടി നിർത്തേണ്ട ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കിനോടൊപ്പം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടണം. പല ആൾക്കാരും എന്ത് ചെയ്യും, ബ്രേക്ക് മാത്രം അങ്ങ് ചവിട്ടി പിടിക്കും, ക്ലച്ച് ഫുൾ ചവിട്ടുന്ന കാര്യം മറന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യും, അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴത്തേന് എൻജിൻ ഇടിച്ച് വണ്ടി അവിടെ നിന്ന് പോകും. ഇനി മുന്നിൽ ഗട്ടറും കാര്യങ്ങളും ഉണ്ട്, തിരക്ക് ഒക്കെ ഒഴിവായി മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ബ്രേക്കിൽ വന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഗട്ടർ ഇറങ്ങിയാൽ ഉടൻ തന്നെ ക്ലച്ച് റിലീസ് ചെയ്യുക. ബ്രേക്കിൽ നിന്ന് ഒരേ രീതിയിൽ തന്നെ റിലീസ് ചെയ്യുക. അതായത് ക്ലച്ചും ബ്രേക്കും ഒരേ രീതിയിൽ റിലീസ് ചെയ്യുക. പിന്നെ പതുക്കെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ നമുക്ക് വാഹനവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഇറക്കങ്ങളിൽ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബ്രേക്ക് നിർബന്ധം, ഓർക്കുക. ഡ്രൈവിങ്ങിൽ ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ എന്തെല്ലാം, നമുക്കിനി അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഡ്രൈവിങ്ങിൽ ബ്രേക്കും ക്ലച്ചും നമുക്ക് ഉപയോഗിക്കേണ്ടത് നമ്മളുടെ വാഹനത്തെ തീർത്തും സ്ലോ ആക്കേണ്ട ഏത് സിറ്റുവേഷൻ വന്നോ അവിടെ ബ്രേക്കും ക്ലച്ചും നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അപ്പം അവിടെ ആദ്യം ബ്രേക്കിലേക്ക് വരണോ ക്ലച്ചിലേക്ക് വരണോ എന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കുമുണ്ട്. അത് നമ്മൾ വരുന്ന വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ബ്രേക്കിൽ വരണോ ക്ലച്ചിലേക്ക് ആദ്യം വരണോ എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നത്. ഉദാഹരണം പറയാം, നമ്മുടെ വാഹനം പതുക്കെ എടുക്കുന്നു,
വീണ്ടും പതുക്കെ തന്നെ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ആദ്യം കയറി ബ്രേക്ക് ചവിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. കാരണം ആദ്യം തന്നെ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ പതുക്കെയാണ് വാഹനം എടുത്തത്, പെട്ടെന്ന് തന്നെ വണ്ടി അവിടെ എഞ്ചിൻ ഇടിച്ച് ഓഫാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ആദ്യം ക്ലച്ച് ചവിട്ടിയതിന് ശേഷം ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയെ നിർത്താനായിട്ട് ശ്രമിച്ചാൽ മതി. എന്നാൽ നിങ്ങളുടെ വാഹനം അത്യാവശ്യം സ്പീഡിൽ പോകുന്നു, ഞാൻ കുറച്ച് മുന്നമേ പറഞ്ഞതുപോലെ മുന്നിലൊരു ഗട്ടറോ അല്ലെങ്കിൽ മുന്നിലുള്ള ഒരു ട്രാഫിക്കോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ വണ്ടി എത്തിക്കഴിയുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി അത്യാവശ്യം സ്പീഡിൽ പോകുന്നത് കൊണ്ട് തന്നെ ആദ്യം ബ്രേക്കിൽ വന്ന് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട്, പറ്റുമെങ്കിൽ ഗിയറും കൂടെ ഡൗൺ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, പിന്നെ ക്ലച്ചും കൂടെ പൂർണ്ണമായിട്ട് ചവിട്ടി വാഹനത്തെ നിർത്തുക. അപ്പോൾ അവിടെ ആദ്യം ഉപയോഗം വരുന്നത് ബ്രേക്കിൽ വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കൊരു വാഹനം ഓടിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബ്രേക്കിൻ്റെ ആവശ്യം ഇല്ല. ഉദാഹരണം പറയാം, ഒരു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് നമ്മൾ വണ്ടിക്കൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് അയച്ച് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുന്നു, വണ്ടിക്കൊരു മൂവ്മെൻറ്റ്സ് കൊടുത്തതിന് ശേഷം ആക്സിലറേഷൻ അയച്ചാൽ ഉടൻ തന്നെ ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. മുന്നോട്ട് ഓരോ ഗിയറുകൾ ഇടുന്ന സമയത്തും നമുക്ക് അത്തരത്തിൽ ചെറിയ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് ആക്കിയതിന് ശേഷം ആക്സിലറേഷൻ കുറച്ച് ക്ലച്ച് പിടിച്ച് നമുക്ക് സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ അങ്ങനെ മുന്നോട്ട് ഓരോ ഗിയറുകളും നമുക്ക് ഇടാം. എന്നാൽ സാധാരണ നമുക്ക് ഗിയർ ഉപയോഗിക്കുമ്പോൾ ബ്രേക്കിൻ്റെ യൂസോടുകൂടി ക്ലച്ച് ചവിട്ടേണ്ട സാഹചര്യങ്ങൾ വരുന്നത് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ്. അത് പ്രത്യേകിച്ച് ഒരു ഫോർത്തിൽ നിന്ന് തേർഡിലേക്കും, തേർഡിൽ നിന്ന് സെക്കൻഡിലേക്കും, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്കും ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ബ്രേക്ക് ചെറുതായിട്ട് വേണം. അതായത് ഹാർഡ് ബ്രേക്ക് വരാൻ പാടില്ല, ചെറുതായിട്ടൊരു ബ്രേക്ക് നമുക്ക് നിർബന്ധമായിട്ടും ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ വരും. എന്നാൽ നമ്മളൊരു വണ്ടി കയറ്റത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്താണ് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ബ്രേക്കിൻ്റെ യൂസ് ഇല്ല. കാരണം നമ്മൾ ഉദാഹരണം പറയാം, ഒരു തേർഡ് ഗിയറിൽ ഒരു ചെറിയ കയറ്റം ഇങ്ങനെ കയറി പോവുകയാണ്, മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കയറ്റത്തിൻ്റെ അളവ് കൂടുന്നു. ഓക്കെ, അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം. അവിടെ നമ്മൾ ആക്സിലറേഷൻ അയച്ച് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുക എന്നുള്ളതാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് വണ്ടിയുടെ റണ്ണിങ് കുറയും. അവിടെ നമുക്ക് ബ്രേക്ക് ചവിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. ആ റണ്ണിങ് കുറയുന്ന സമയത്ത് പെട്ടെന്ന് ക്ലച്ച് പിടിക്കുക, തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയർ ഇടുക, ക്ലച്ച് റിലീസ് ചെയ്യുക, വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ആ കയറ്റം കയറി പോകാനായിട്ട് കഴിയും. വീണ്ടും സെക്കൻഡ് ഗിയറിൽ പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ആക്സിലറേഷൻ പെട്ടെന്ന് അയക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. അപ്പോൾ ഒരു കയറ്റങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ബ്രേക്കിൻ്റെ യൂസ് അല്ല, അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യുക. വണ്ടിയുടെ വലി മുട്ടുന്നതിനനുസരിച്ച് ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്യാനായിട്ട് പഠിക്കുക. പക്ഷെങ്കിൽ ഒരു വാഹനത്തെ നമ്മൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ പോകുന്ന സമയത്ത് മുന്നോട്ട് ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മുടെ വാഹനത്തെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ബ്രേക്കിംഗ് ചെയ്യുന്ന സ്വഭാവം നിങ്ങൾ ഒഴിവാക്കണം. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ഹൈവേ പോലെയുള്ള റോഡ് അല്ലെങ്കിൽ ഒരു വില്ലേജ് റോഡ് ഏതായിക്കോട്ടെ, അങ്ങനെയുള്ള റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ വാഹനത്തിന് തൊട്ട് പിന്നാലെ 2 വീലർ, 3 വീലർ, 4 വീലർ അങ്ങനെ എല്ലാ വാഹനങ്ങളും, ഹെവി വണ്ടികളൊക്കെ തൊട്ട് പുറകിലുണ്ടാകും. അപ്പോൾ ഇവർ തൊട്ടടുത്തടുത്ത് ചേർന്നായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. അതൊരു വാഹനം ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ ഒരു സൈക്കോളജിയാണ്. അതിൽ സ്പേസ് ഇട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ ചുരുക്കമാണ്. ഓക്കെ, അപ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യും, ഇങ്ങനെ ചേർന്ന് ഓടിച്ച് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് നമ്മളുടെ വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹാർഡായിട്ടുള്ള ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പെട്ടെന്ന് നിൽക്കും. പെട്ടെന്ന് നിന്ന് കഴിയുമ്പോൾ പുറകെ വരുന്ന വാഹനം ചേർന്നാണ് വരുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയെ തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലായിരിക്കും വണ്ടി ഡ്രൈവ് ചെയ്ത് വരുന്നത്, പക്ഷെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യാത്ത ഒരുപാട് വാഹനം ഓടിക്കുന്ന ആൾക്കാരുണ്ട്. ലൈസൻസ് എടുത്തതിന് ശേഷം പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ അല്ലെങ്കിൽ അത്രയുള്ള ആൾക്കാരോട് ഒരു താല്പര്യവുമില്ലാതെ ബിഹേവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ റോഡിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ വാഹനം ഓടിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ബ്രേക്കിംഗ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സംവിധാനം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കുറേ കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. അതായത് നമ്മളുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ കനം വരെ വണ്ടിയുടെ ബ്രേക്കിനെ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തൊട്ട് ചവിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ബ്രേക്കിനെ നമ്മൾ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ആക്സിലറേഷനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു 2 വീലറൊക്കെ പഠിക്കുന്ന
ഓടിക്കുന്ന സമയത്ത് ഹാൻഡിൽ ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ സ്മൂത്തായിട്ട് ബാലൻസ് ചെയ്യാൻ പഠിച്ചിരിക്കേണ്ടതെന്നാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ബ്രേക്കിൻ്റെയും ക്ലച്ചിനെയും കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാര്യങ്ങൾ ഇനി വാഹനം ഓടിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രാക്ടീസ് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.